നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 88/24 LP സ്കൂൾ ടീച്ചർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു വാട്ടർ ടാങ്കിൽ 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ 1/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്ര? അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ടാങ്ക്, അതിൻ്റെ 1/4 ഭാഗം നിറഞ്ഞപ്പോൾ, അപ്പോൾ നമുക്കതിനെ ഒരു കാൽ പിന്നെ നിറഞ്ഞു, ഇത്ര വരെയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഓരോ 1/4 ഭാഗവും, ഇത് വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഈ രീതി ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു 1/4 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം കാല് ചേരുന്നല്ലോ. അപ്പോൾ 1/4 ഭാഗം നിറഞ്ഞപ്പോഴേക്കും അത് 10.5 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. 1/4 ഭാഗം എന്ന് പറയുമ്പോൾ 10.5 ലിറ്റർ. ഇനി ഒരു 1/4 ഭാഗവും കൂടിയാണ് ഇവിടെ നിറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 1/4 ഭാഗം 10.5 ലിറ്റർ ഉണ്ടെങ്കിൽ 1/4 ഭാഗം എന്ന് പറയുന്നത് എത്ര ലിറ്റർ കാണും? 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 10.5, ഇതിൻ്റെ 1/3 ആണല്ലോ. അപ്പം 1/4ൻ്റെ ഒരു 1/3 ആണ് 1/4 ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ 10.5യുടെ 1/3, അത് 10.5 എന്ന് പറഞ്ഞാൽ 21/2, അതിൻ്റെ 1/3, അതായത് 7/2 അല്ലെങ്കിൽ 3.5 ലിറ്ററാണ് 1/4 ഭാഗത്തിൽ ഉണ്ടാവുക. ഓരോ 1/4 ഭാഗത്തിലും 3.5 ലിറ്റർ. അപ്പോൾ അടുത്ത ഇവിടെയും കൂടെ ഇതും അടുത്ത ഒരു 1/4 ഭാഗമാണ്. ഇവിടെയും ഒരു 3.5 ലിറ്റർ വെള്ളമായിരിക്കും ഓരോ 1/4 ഭാഗത്തിലും ഉണ്ടാവുക. അപ്പോൾ 10.5യുടെ കൂടെ ഒരു 3.5യും കൂടി കൂട്ടുന്നു, 14 ലിറ്റർ. ഉത്തരം 14. ഇനി ഇതിനെ തന്നെ മറ്റൊരു രീതിയിലും കൂടി ചെയ്യാം. നമുക്കിപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഇമാജിൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 10.5 ലിറ്റർ വെള്ളം കൊണ്ട് ടാങ്കിൻ്റെ 1/4 ഭാഗം നിറഞ്ഞു. അപ്പോൾ എത്ര ഭാഗം ആകുമ്പോഴായിരിക്കും ഇത് ഫുള്ളെന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1/4, അര, 1/4, 1 ആകുമ്പോഴാണല്ലോ ഫുള്ളാകുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ, കുറച്ചുകൂടി വെള്ളം 10.5/x ഈക്വൽ ടു 3/4 ഡിവൈഡഡ് ബൈ 1. ഇത് എളുപ്പമായിട്ടുള്ളവർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. 10.5 കൊണ്ട് 1/4 ഭാഗമാണെങ്കിൽ x ലിറ്റർ കൊണ്ട് 1 ഭാഗമാകും. അതായത് ഇനിയും കൂടുതൽ വെള്ളം ഒഴിക്കുമ്പം കൂടുതൽ നിറയും. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനായിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ 10.5/x എന്ന് പറഞ്ഞാൽ 21/2 ഡിവൈഡഡ് ബൈ x ഇസ് ഈക്വൽ ടു 3/4/1 എന്ന് പറഞ്ഞാൽ 3/4 തന്നെയാണ്. അപ്പോൾ 21/2x ഇസ് ഈക്വൽ ടു 3/4. 84 ഇസ് ഈക്വൽ ടു 6x. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ക്രോസ് പ്രോഡക്റ്റ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷന് ഒന്ന് കൂടുമ്പോൾ അതനുസരിച്ച് മറ്റതും ആനുപാതികമായി കൂടുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ക്ലിയർ എങ്കിൽ ഈ മെത്തേഡിൽ പോകാം. അപ്പോൾ എക്സ്, അതായത് 84/6 14 ലിറ്റർ. ഇവിടെ 10.5 ലിറ്റർ 1/4 ഭാഗം നിറഞ്ഞു. ഇനി ഒരു ഭാഗം പൂർണ്ണമായിട്ടും 1 ആകണമെങ്കിൽ അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ രണ്ടും കൂടുന്നത് കൊണ്ട് അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഉത്തരം 14 ലിറ്റർ. ഓപ്ഷൻ ബി 14 ലിറ്റർ. ഇനി അടുത്ത ചോദ്യം: 0.48 ഇൻറ്റു 5.6 ഇൻറ്റു 0.28 divided by 3.2 into 0.21 into 0.14. 0.48 into 5.6 into 0.28. ദശാംശം സ്ഥാനത്തുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ
3.2 ഇൻറ്റു 0.21 ഇൻറ്റു 0.14. അപ്പോൾ 0.12ഉം 0.2 രണ്ടിടത്തും 2 ദശാംശ സ്ഥാനമുണ്ട് 2. അല്ല സംശയമില്ലല്ലോ, കാരണം 0.14 ഇൻറ്റു 2 എന്ന് പറയുന്നതാണ് 0.28. ഇനി 2ഉം 3.2 1.6. 1.6 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6 2s are 12. പോയിൻ്റ് ഇടുന്നു 1. 3.2 ഒരു ദശാംശ സ്ഥാനം. ഇനി 1.6ഉം 0.48ഉം അവിടെ ആയിരിക്കും. ഇവിടെ 1.6, ഇവിടെ 2 ദശാംശ സ്ഥാനം വരുമ്പോൾ 16 ഇൻറ്റു 3 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ 2 ദശാംശ സ്ഥാനം വരേണ്ടത് കൊണ്ട് തന്നെ 0.03. 1.6 ഇൻറ്റു 3 16 ഇൻറ്റു 3 48 ആണെന്നുള്ളത് അറിയാം. ഇനി ദശാംശത്തിൽ വരുമ്പോഴായിരിക്കും സംശയം വരുന്നത്. 1.6 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ അത് 4.8 ആണ് ആകുന്നത്. അപ്പോൾ 1.6 ഇൻറ്റു 0.03 ആണ് 0.48. അതാണ് ഇവിടെ 0.03 വന്നത്. ഇനി 0.03യും 0.21. അപ്പോൾ ഇവിടെയും 2 ദശാംശ സ്ഥാനം, ഇവിടെയും 2 ദശാംശം. അപ്പം ഡയറക്റ്റ് 7. സംശയമില്ലല്ലോ. 0.03 ഇൻറ്റു 7 ചെയ്താൽ എത്രയാണ് വരുന്നത്? 7 3s are 21 2 0.21. 2 ദശാംശ സ്ഥാനങ്ങൾ രണ്ടും തുല്യമാണ് 2 ഭാഗത്തുമെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ദശാംശം ഒന്നും വിടണ്ട, ഡയറക്റ്റ് ആ നമ്പർ എഴുതിയാൽ മതി. ഇനി 7 5.6/7. അപ്പോൾ 7 ഇൻറ്റു 0.8. ഈ ഉത്തരം 0.8 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. അത് 0.8 ഇൻറ്റു 7 അതാ 0.8 ഇൻറ്റു 7. ഇത് വെറും 7 ആണ്, പോയിൻ്റ് ഒന്നുമില്ല. അപ്പം 8 7s are 56. പോയിൻ്റ് ഇവിടെ 5 ഇടുന്നു, 5 കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 0.8. ഇത് ദശാംശ സ്ഥാനത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ ക്ലിയർ ആക്കാനുള്ളതാണ്. ഓപ്ഷൻ ബി 0.8. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിൻ്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ്. അപ്പോൾ ഒരു ക്ലോക്ക് നമുക്കറിയാം മിനിറ്റ് മണിക്കൂർ കുറച്ച് ചെറുതായിട്ട്. ഇത് ഇത്രയും ചുറ്റി, ഈ മിനിറ്റ് സൂചി ഇത്രയും ചുറ്റി വരണം 1 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂറിൽ മിനിറ്റ് സൂചി, ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? മിനിറ്റ് സൂചി 360 ഡിഗ്രി സഞ്ചരിക്കുന്നു. മിനിറ്റ് സൂചി 360 ഡിഗ്രി സഞ്ചരിക്കുന്നു. അതേ സ്ഥാനത്ത് മണിക്കൂർ സൂചിയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ ആയിരിക്കും. 1 മണി കഴിഞ്ഞ് 2 മണിയാകുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ചെറിയ ദൂരമാണ് മണിക്കൂർ സൂചി. 1 മണിക്കൂറിൽ മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കുന്നു? മണിക്കൂർ സൂചി 30 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ക്ലോക്കിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ പോയിൻ്റ് ഒന്നും കൂടെ പറയാം. 30 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ 12 ഡിവിഷൻസ് ആണ്, 1 മുതൽ 12 വരെയാണ്. അപ്പോൾ ഈ 30 ഇൻറ്റു 12 ആണ് ഇവിടെ 360 ആകുന്ന മണിക്കൂർ സൂചിയുടെ കാര്യത്തിൽ. അപ്പോൾ മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ, അതായത് 60 മിനിറ്റിൽ മിനിറ്റ് സൂചി 360 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. ഇത് മണിക്കൂർ സൂചിയുടെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി വീണ്ടും ഇത് മിനിറ്റ് സൂചിയുടെ കാര്യമാണ് നമ്മളിപ്പം വീണ്ടും പറയുന്നത്. മിനിറ്റ് സൂചി 1 മണിക്കൂർ അഥവാ 60 മിനിറ്റിൽ 360 ഡിഗ്രി സഞ്ചരിക്കുന്നു. അപ്പോൾ 1 മിനിറ്റിൽ മിനിറ്റ് സൂചി എത്രയാണ്? ഇത് 60/60 ആണ് ഈ 1 ആകുന്നത്. അപ്പോൾ ഇവിടെയും 360/60, ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും
ഒരുപോലെ വരുമ്പോൾ 6 ഡിഗ്രി. അതായത് 1 മിനിറ്റിൽ മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. ഇനി അടുത്തത് മണിക്കൂർ സൂചി, അവർ ഹാൻഡ്. 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത് മണിക്കൂർ സൂചി. അപ്പോൾ 60 മിനിറ്റിൽ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി അവർ ഹാൻഡ് സഞ്ചരിക്കുന്നുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് അവർ ഹാൻഡ് മണിക്കൂർ സൂചി ഇതൊന്നാകുന്നത് 60/60. അപ്പോൾ ഈക്വൽ ടു ഇവിടെ 30/60 ഈക്വൽ ടു 1/2 ഡിഗ്രിയാണ് 1 മിനിറ്റിൽ മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത്. ശ്രദ്ധിക്കുക, 1 മിനിറ്റിൽ മണിക്കൂർ സൂചി 1/2 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് വേണം. 1 മിനിറ്റിൽ മിനിറ്റ് സൂചി 6 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ 1 മിനിറ്റിൽ മണിക്കൂർ സൂചി 1/2 ഡിഗ്രി സഞ്ചരിക്കുന്നു. നമ്മുടെ ചോദ്യത്തിൽ 120 ഡിഗ്രി മിനിറ്റ് സൂചി സഞ്ചരിക്കുമ്പോൾ, അപ്പം 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ 6 × 20 അല്ലേ? 120 എന്ന് പറയുമ്പം 1 മിനിറ്റിലെ 6 × 20. ഈ 6 എവിടെ നിന്നാണ് വന്നത്? ദാണ്ട ഈ കിടക്കുന്നതാണ് 6. 1 മിനിറ്റിൽ മിനിറ്റ് സൂചി 6 ഡിഗ്രി സഞ്ചരിക്കുന്നു. അപ്പം 120 ഡിഗ്രി ഇല്ല, 120 മിനിറ്റിൽ എത്രയാണ് സഞ്ചരിക്കുന്നത്? ഇവിടെ 6 × 20 ആയിരിക്കുമ്പോൾ ഇവിടെ മറ്റേ ഭാഗത്ത് 1/2 × 20 ഈക്വൽ ടു 10 ഡിഗ്രി. ഈ ഭാഗം ക്ലിയർ ആയല്ലോ. 120 മിനിറ്റ് വരാനായിട്ട് 1 മിനിറ്റിൽ 6 വെച്ച് 6 × 20 120. അപ്പോൾ 1 മിനിറ്റിൽ 1/2 വെച്ച് 1/2 × 20 ചെയ്യുക, 10 ഡിഗ്രി. ഉത്തരം 10 ഡിഗ്രി. ഈ സ്റ്റെപ്സ് ഒന്നും കൂടെ ഒന്ന് നോക്കി പ്രോബ്ലംസ് ചെയ്യുക. ഇത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇതും ഓർത്ത് വയ്ക്കുക. ഉത്തരം 10 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ ഡി, 10 ഡിഗ്രി. അടുത്ത ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 21 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 13 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 8 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് റൂട്ട് 21 പ്ലസ് റൂട്ട് 13 പ്ലസ് റൂട്ട് 8 പ്ലസ് 1 എന്നാകുന്നു. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 21 പ്ലസ് റൂട്ട് 13 പ്ലസ് 3. 8 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 9. ഒന്നും കൂടെ ഫുൾ ഷീറ്റ് പേപ്പറിൽ എഴുതി കാണിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 21 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ്, ഇതെല്ലാം റൂട്ടിനകത്താണെന്നുള്ളത് ശ്രദ്ധിക്കണം, സ്ക്വയർ റൂട്ട് ഓഫ് 8 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1. ഇനി ഈ ഭാഗം റൈറ്റ് ഹാൻഡ് സൈഡ് വലതുവശത്തു നിന്ന് വേണം ഇത് ഇവാലുവേറ്റ് ചെയ്ത് പോകാനായിട്ട്. 4 പ്ലസ് ആദ്യത്തെ സ്ക്വയർ റൂട്ടുകളെല്ലാം അതേപോലെ തന്നെ ഇടുക. ഏറ്റവും അറ്റത്തുള്ളത് റൂട്ട് 1. അപ്പം റൂട്ട് 8 പ്ലസ് റൂട്ട് 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് 1, പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി 1. ഇനി ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് റൂട്ട് 21. ഇത് ചെയ്ത് ശീലമായി കഴിയുമ്പോൾ എക്സാമിന് ഇത്ര എഴുതേണ്ട, പെട്ടെന്ന് എഴുതാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്സ് ചെയ്ത് തെറ്റും തോന്നുന്നുണ്ടെങ്കിൽ റൂട്ട് 9 ഇങ്ങനെ എഴുതാം. ഈ സ്റ്റെപ്പ് തെറ്റും തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ എക്സാമിന് ഇത് എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് റൂട്ട് 8 പ്ലസ് 1 9 3 എന്ന് പറഞ്ഞ് പോകാം.
4 പ്ലസ് √21 പ്ലസ് √13 പ്ലസ് √9 എന്ന് പറയുന്നത് 3 ആണ്. പോസിറ്റീവായിട്ടുള്ള റൂട്ട് എടുത്താൽ മതി. ഇപ്പോഴും അറിയാം, സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗമൂലം കാണുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും വരും. നമ്മൾ പോസിറ്റീവാണ് ഇവിടെ എടുക്കേണ്ടത്. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് √21 പ്ലസ് √16. ഇനി √16 നമുക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് ഈ സ്റ്റെപ്പിൽ √4 എന്ന് അവിടെ ഇട്ടിട്ട് പോകാം. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് √21 പ്ലസ് 4 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് √25. √25 5. അപ്പോൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് അതിടാം. സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 5 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈക്വൽ ടു 3. അപ്പോൾ ഈ രീതിയിൽ വലതുവശത്ത് നിന്നും ഓരോന്നായിട്ട് ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് വലതുവശം തുടങ്ങി ഇടതേ അറ്റത്തേക്ക് വന്ന് നിൽക്കുന്നു. ആൻസർ 3. അപ്പോൾ ആൻസർ 3 ആണ്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 8 സംഖ്യകളുടെ ശരാശരി 32. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31. ഒഴിവാക്കിയ സംഖ്യ. അപ്പോൾ 8 സംഖ്യകളുടെ തുക 32 × 8 256. ഇനി 7 സംഖ്യകളുടെ തുക 31 × 7 217. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കാണുക. 256 മൈനസ് 217. 4 16 7 പോയാൽ 9 39. ആൻസർ 39. അപ്പോൾ ഇവിടെ ആദ്യം തുക കാണുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യത്യാസം കാണുന്നു. ആൻസർ 39. അടുത്ത ചോദ്യം, 4a = 6b = 8c ആയാൽ a b c ഈക്വൽ ടു 4a = 6b = 8c. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം ഏതെങ്കിലും രണ്ടെണ്ണം. 4a = 6b. അങ്ങനെയാണെങ്കിൽ a എങ്ങനെയാണ്? a = 6/4b. അതായത് a = 3/2b. ഇനി 4a = 8c ഇങ്ങനെ എടുക്കാം. അപ്പോൾ a = 2c അല്ലേ? 4 നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. 2c. അപ്പോൾ c = 2നെ എയുടെ ടേംസിലേക്ക് കൊണ്ടുവരാം. a/2. അപ്പോൾ ഇവിടെ നോക്കുക, a എന്ന് പറയുന്നത് bയുടെ 3/2 ടൈംസ്, അതായത് 1.5. അതുപോലെ c എന്ന് പറയുന്നത് എയുടെ പകുതി. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കാം. ഇവിടെ a = 3/2b, c = a/2. നമുക്ക് കിട്ടിയത് പ്രകാരം a = 3/2b, c = a/2. അപ്പോൾ എയുടെ പകുതി വരുന്നത് 6ഉം 3ഉം. ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ. അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. a 6ഉം അതിൻ്റെ പകുതിയാണ് 3. ഇനി 6 എന്ന് പറയുന്നത് b, 4 × 3/2, അത് 6ഉമാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ 6, 4, 3. ബാക്കി നോക്കിയാൽ ഓപ്ഷൻ എയിൽ 6ൻ്റെ പകുതിയല്ല 4. 6:3:4. 6ൻ്റെ പകുതിയല്ല 4. ഓപ്ഷൻ ബി നോക്കിയാൽ 4ൻ്റെ പകുതിയല്ല 3. ഓപ്ഷൻ ഡി നോക്കിയാൽ 4ൻ്റെ ഇരട്ടിയാണ് 8. അതായത് 7യുടെ ഇരട്ടിയായിട്ടാണ് കൊടുത്തത്. തിരിച്ചാണ് വേണ്ടത്. അപ്പോൾ ആകെ കൂടെ 6:4:3. ഓപ്ഷൻസിൽ നിന്നും 6:4:3. ഇതിൽ മാത്രമേ ഉള്ളൂ എയുടെ
എ ഈക്വൽ ടു 3/2 ബി. ആദ്യമേ നമുക്ക് ഈ സി ഏറ്റവും എളുപ്പമുണ്ട്. സി ഈക്വൽ ടു A/2. ഇതാണ് സി. എ ഈസ് ടു ബി ഈസ് ടു സി. സി എന്ന് പറയുന്നത് 3, എയുടെ പകുതി. ഇനി എ 6 ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 4. 6. അപ്പം ഓപ്ഷൻസിൽ ഇത് മാത്രമേ ശരിയായിട്ട് വരുന്നുള്ളൂ. 6:4:3. ഇനി അടുത്ത ചോദ്യം. ഒരു കവാടത്തിൽ 4 മണികൾ ഉണ്ട്. അവ യഥാക്രമം 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. അവ എല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങിയതിനു ശേഷം 30 മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങിയിരിക്കും? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 4 സെക്കൻഡ്, 6 സെക്കൻഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചോദ്യം മിനിറ്റ് എന്നുള്ളതാണ് ചോദ്യം. അതൊന്ന് ശ്രദ്ധിക്കണം. സെക്കൻഡുകളിലപ്പം ഈ 4, 6, 8, 10 ഇതിൻ്റെ LCM ലസാഗു കാണുക. അപ്പോഴാണ് ഇവ ഒരുമിച്ച് ഇനി അടുത്തത് എപ്പോഴാണ് മുഴങ്ങുന്നതെന്ന് കാണുന്നത്. അതിനുശേഷം ഇത് 30 മിനിറ്റിൽ എത്ര പ്രാവശ്യം എന്നുള്ളത് ശ്രദ്ധ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡിൽ തന്നിട്ടുള്ളതിൻ്റെ LCM അഥവാ ലസാഗു കണ്ടുപിടിക്കുക. അതിനുശേഷം 30 മിനിറ്റിലേക്കുള്ളതിൻ്റെ ആണെന്ന് ഓർക്കുക. അപ്പോൾ ആദ്യം നമുക്ക് LCM കാണാം. 4, 6, 8, 10. 2 വെച്ച് 2, 3, 4, 5. 2, 1, 3, 2, 5. ഇനി LCM അഥവാ ലസാഗു. ഇതുപോലുള്ളതിന് ലസാഗു ഇതാണ് കാണാനുള്ളത്. ഈക്വൽ ടു 2 × 2 4 × 3 × 3 12 × 2 24 × 5. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 120 സെക്കൻഡുകൾ. നമ്മുടെ ചോദ്യം എന്താണ്? 30 മിനിറ്റിൽ എത്ര തവണ? അപ്പം 120 സെക്കൻഡ് എന്ന് പറയുമ്പം 2 മിനിറ്റ്. 2 മിനിറ്റ് ആകുമ്പോൾ അപ്പം 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും 15 പ്രാവശ്യം. 30 മിനിറ്റ് പൂർത്തിയാകുമ്പോഴേക്കും 15 ടൈംസ് 15 പ്രാവശ്യം ഇവ ഒരുമിച്ച് മുഴങ്ങിയിട്ടുണ്ടാവും. ഉത്തരം 15. ഓപ്ഷൻ ബി 15. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡുകളുടെയാണ് ലസാഗു കണ്ടത്. അതിനുശേഷം 30 മിനിറ്റ് എന്നുള്ളതാണ് ചോദ്യം. അടുത്തൊരു ചോദ്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നത്. ആ ജോലി അവർ ഒന്നിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാകുന്നത്? അപ്പോൾ 5 പുരുഷന്മാർ 5 മെൻ എന്നുള്ളതിനാണ് എം ഇട്ടേക്കുന്നത്. 3 ദിവസങ്ങൾ കൊണ്ട് 3 ഡേയ്സ് കൊണ്ട് പൂർത്തിയാക്കുന്ന അതേ ജോലി 4 സ്ത്രീകൾ 4 വിമൻ 6 ഡേയ്സ് കൊണ്ട് പൂർത്തിയാക്കുന്നു. അപ്പോൾ ഒരു പുരുഷൻ 1 മാൻ എത്ര ദിവസം എടുക്കും? ഒരു ആൾ 15 ദിവസങ്ങൾ എടുക്കും അല്ലേ? ഇത്രയും ജോലി 15 ദിവസങ്ങൾ വേണം. ഒരാൾക്ക് 5 പുരുഷന്മാർക്ക് 3 ദിവസം. അപ്പോൾ ഒരാൾക്ക് അത് മനസ്സിലായല്ലോ. 5 പുരുഷന്മാർക്ക് 3 ദിവസമാണെങ്കിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഇൻറ്റു അയാളുടെ മേലല്ലേ എത്രയും വരുന്നത്. അപ്പോൾ അത്രയും ടൈംസ് 15 ദിവസം. അതുപോലെ 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണെങ്കിൽ ഒരു സ്ത്രീ 4 × 6. ഇവിടെ 3 × 5. അതുപോലെ ഇവിടെ 4 × 6 24 ദിവസങ്ങൾ ആണ് വേണ്ടത്. അതായത് ഒരു പുരുഷന് 1/15 ജോലി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. 1/15 ഓഫ്
1/15 ജോലി ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. ഒരു പുരുഷന് മൊത്തം 15 ദിവസം വേണമെങ്കിൽ ഒരു ദിവസം 1/15 ടോട്ടൽ ജോലിയുടെ 15 ഭാഗം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അതുപോലെ ഒരു സ്ത്രീക്ക് തനിച്ച് 24 ദിവസങ്ങൾ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ആ ജോലിയുടെ 1/24 ജോലിയായിരിക്കും ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നത്. ഇനി ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ അടുത്ത് ആയിട്ട് 5 പുരുഷന്മാർക്ക് ഒരു ദിവസം കൊണ്ട് എത്ര പൂർത്തിയാക്കാൻ സാധിക്കും? 5 × 1/15 ജോലിയായിരിക്കും ഒരു ദിവസം കൊണ്ട്. ഒരാൾക്ക് 1/15 ജോലി. അപ്പോൾ 5 പേർക്ക് 5 × 1/15 ജോലി ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാം. അതായത് 5 പുരുഷന്മാർ 1/3 ഭാഗം ജോലിയുടെ ടോട്ടൽ ജോലിയുടെ 1/3 ഭാഗം ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി അതുപോലെ സ്ത്രീകളുടെ കാര്യം. 4 സ്ത്രീകളാണ്. അപ്പോൾ 4 സ്ത്രീകൾ 4 × 1/24 ജോലി ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഇത് ഒരു സ്ത്രീ 1/24 ആയതുകൊണ്ട് 4 സ്ത്രീകൾ 4 × 1/4 ജോലി ആണ് പൂർത്തിയാക്കുന്നത്. അതായത് 4 സ്ത്രീകൾ 1/6 ജോലിയാണ് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നത്. ഇതുപോലുള്ള ചോദ്യങ്ങൾ പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേ നമുക്കൊരു എക്സാമിന് വളരെ പെട്ടെന്ന് അത് ചെയ്യാൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഞാനിത് എക്സാമിന് സ്റ്റെപ്സ് ഡീറ്റെയിലായി പറയുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ട സ്റ്റെപ്സ് ഇതാണ്. 5 പുരുഷന്മാർ ഒരു ദിവസം കൊണ്ട് എത്ര ജോലി പൂർത്തിയാക്കും എന്നുള്ളത് കിട്ടി. ഇനി 4 സ്ത്രീകൾ ഒരു ദിവസം കൊണ്ട് എത്ര ജോലി പൂർത്തിയാക്കും എന്നുള്ളതും കിട്ടി. ഇനി ഇവർ ചേർന്നാൽ 5 പുരുഷന്മാരും 4 സ്ത്രീകളും കൂടെ ചേർന്നാൽ 5 men + 4 women ഒരു ദിവസം കൊണ്ട് 1/3 + 1/6 ജോലി പൂർത്തിയാക്കും. ഒരു ജോലിയുടെ അത്രയും ഭാഗം 1/3 + 1/6 = ഇവിടെ 3ൻ്റെ 6ൻ്റെ +6 2 + 1 = 3/6 = 1/2. ഹാഫ് ജോലിയുടെ ഹാഫ് ഭാഗം പകുതി ഭാഗം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അതായത് 5 പുരുഷന്മാരും 4 സ്ത്രീകളും ഒരു ജോലിയുടെ പകുതി ഭാഗം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ 5 പുരുഷന്മാരും 4 സ്ത്രീകളും 2 ദിവസം കൊണ്ട് മുഴുവൻ ജോലിയും പൂർത്തിയാക്കും. ഒരു ദിവസം ഒരു ജോലിയുടെ പകുതിയെ പൂർത്തിയാക്കുന്നുള്ളൂവെങ്കിൽ 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ജോലി പൂർത്തിയാക്കും. അപ്പം ഉത്തരം 2 ദിവസം. അപ്പോൾ ഇത് ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നിയാൽ ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ലെങ്തി. പക്ഷേ ഈ ചോദ്യം പല പ്രാവശ്യം ചെയ്ത് നോക്കേണ്ടത് മാത്രമേ ഇങ്ങനത്തേത് കിട്ടുള്ളൂ. ഇത് പ്രവൃത്തിയും സമയത്തിൽ ചിലത് നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ്. ഇത് അങ്ങനെയല്ല. സ്റ്റെപ്സ് ക്ലിയർ ആയെന്ന് കരുതുന്നു. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്യുന്ന ഇതാണ്. 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ട്. അപ്പോൾ ഒരു പുരുഷൻ ഒറ്റയ്ക്ക് എത്ര ദിവസം വേണം, ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് എത്ര ദിവസം വേണം നോക്കുക. ഇനി ഒരു പുരുഷൻ ഒരു ദിവസം ഒരു ജോലിയുടെ എത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്യും, അതുപോലെ ഒരു സ്ത്രീ ഒരു ദിവസം ഒരു ജോലിയുടെ എത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നു നോക്കുക. അത് കഴിഞ്ഞ് 5 പുരുഷന്മാർ ഒരു ദിവസം ജോലിയുടെ എത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്യും, അതുപോലെ 4 സ്ത്രീകൾ ഒരു ദിവസം ആ ജോലിയുടെ എത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്യും നോക്കുക. അത് കഴിഞ്ഞാൽ 5 പുരുഷന്മാരും 4 സ്ത്രീകളും കൂടെ ചേർന്ന് ഒരു ദിവസം ജോലിയുടെ എത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്യും നോക്കുക. അതിനുശേഷം അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എത്ര ദിവസങ്ങൾ എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുന്നു. ഉത്തരം 2 ദിവസം. ആൻസർ 2 ഓപ്ഷൻ ബി. അപ്പോൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിലായിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്